എന്ത് പുതിയ ടെക്നോളജി വരുമ്പോഴും അത് മനുഷ്യൻ്റെ സ്കില്ലുകളെ രണ്ട് തട്ടിലേക്ക് മാറ്റും. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ വന്നതോട് കൂടിയിട്ട് മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ കുറഞ്ഞു എന്ന് കരുതി ആ സ്കില്ലിനെ ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നൊരു മോശമാണ് എന്ന് പറയുന്നില്ല. ആ സ്കില്ല് കുറച്ചും കൂടി എലീറ്റായി. അതായത് ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്താൻ അയാളുടെ ഒരു ലക്ഷറി പോലെ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അതായത് അതൊരു സംഭവം, സംതിങ് ഇയാൾ സുപ്പീരിയർ ആണ് എന്ന് ഒരു നെസസറി സ്കില്ലെന്ന് മാറിയിട്ട് സംതിങ് ഒരു പ്രീമിയം എന്നുള്ള കാറ്റഗറിയിലേക്ക് വിലയിരുത്തുന്നതിന് ഇന്നത് ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ AI വന്നു എന്നാൽ ഇനി ക്ലോഡും ChatGPT-യുടെയും കുറച്ച് പുതിയ സ്കില്ലുകൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇവിടെ നമ്മളൊരു ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് എഡ്യൂക്കേഷൻ പോളിസിയിലും എല്ലാത്തിലും ആവശ്യമാണ്. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഡ്രൈവ് ചെയ്യുന്നത് മെമ്മറൈസേഷന് വേണ്ടിയിട്ടായിരുന്നു, ഓർത്ത് വെക്കുക എന്നുള്ളതിനാണ്. പക്ഷെ ഓർക്കുന്നതിൻ്റെ ആവശ്യകതയാണ് AI ഇല്ലാതാക്കുന്നത്. ഇൻഫോർമേഷൻ അബണ്ടൻസിലേക്ക് നയിക്കുന്നു, എന്ത് ചോദ്യത്തിനും ലൈവായിട്ട് ഉത്തരം കിട്ടുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മെമ്മറൈസേഷൻ്റെ ആവശ്യകത ഇല്ലാതായി. അപ്പോൾ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം ഇല്ലാതായോ എന്ന് ചോദിച്ചാൽ അല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത കൂടുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഇനി അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് വരും, ടേസ്റ്റിന്, ജഡ്ജ്മെൻറ്റിന് എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ വേൾഡ് സ്കില്ലുകളിലേക്ക് വരും. ഇപ്പം ഇന്ന് ലോകത്തുള്ള ഒരു ജോലിയും മെമ്മറൈസേഷനെ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് അത് ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം കുറേ കാലമായിട്ട് നമ്മൾ മെമ്മറി പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുക, ഫോണിൽ സ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഒരുപാട് നമ്പറുകൾ ഓർത്ത് വെച്ചിരുന്ന നമ്മൾ ഇന്ന് നമ്പർ നോക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റ് എടുത്തിട്ട് നോക്കണം. കാരണം ഇന്ന് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് വന്നില്ലേ. അതായത് മെമ്മറിയെ നമ്മൾ കുറച്ച് കാലമായിട്ട് തന്നെ ഇങ്ങനെ പുറത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ AI വന്നതോടുകൂടി റീസണിങ്ങും പുറത്ത് കൊടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ ശരിക്കും പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായം. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ക്യാപിറ്റൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇതിനു മുൻപ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് വ്യക്തമായിട്ടൊരു റോഡ് മാപ്പ് ആരെടുത്തും ഇല്ല എന്നുള്ളത് തന്നെ ആ അസംഷനിൽ തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്: ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആകുന്ന സ്കില്ലുകൾ എന്തായിരിക്കും? അതിലേക്ക് എഡ്യൂക്കേഷനെ മാപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നിലവിലെ പരീക്ഷാ സംവിധാനങ്ങൾ, നമ്മുടെ സിസ്റ്റംസ് ഒക്കെ മാറേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ സിംപ്ലി നമ്മൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു സ്കില്ല് വാല്യൂ ചെയ്യപ്പെടുന്നത്? ഒരുപാട് കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ച ഒരാളെ അല്ല മാർക്കറ്റ് വാല്യൂ ചെയ്യുന്നത്. ബെറ്റർ ജഡ്ജ്മെൻ്റ് ഉള്ള ആളുകളെയാണ്, ബെറ്റർ ടേസ്റ്റ് ഉള്ള ആളുകളെയാണ്. ഞാൻ അതെപ്പോഴും പറയാറുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് വെരി യുണീക്കാണ്. അപ്പോൾ ഒരു വസ്തുവിനെ എന്താണ് മനോഹരമാക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയും അത് ജഡ്ജ് ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ടല്ലോ, അത് ഒരു പ്രീമിയാണ്. അതൊരു മനുഷ്യൻ്റെ പ്രീമിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളുടെയും അവരുടെ ഇൻകം ലെവലിനെ തീരുമാനിക്കുന്ന ഒരു കാര്യം ഈ ഒരു പ്രീമിയാണ്. അതായത് ഒരു വസ്തുവിനെ മനോഹരാക്കുന്നത് എന്ത്, യൂസബിൾ ആക്കുന്നത് എന്ത് എന്ന് ജഡ്ജ് ചെയ്യാനുള്ള ആ എബിലിറ്റിയാണ് മനുഷ്യനെ പ്രീമിയം ആക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറവാണ്. അപ്പോൾ മെമ്മറി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് മാറിയിട്ട് ഈ അണ്ടർസ്റ്റാൻഡിങ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് ഷിഫ്റ്റ് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിയർ പ്രഷർ എന്ന് പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ പ്രഷർ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ആരെ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു റീസെൻ്റ് എക്സ്പീരിയൻസ് തന്നെ പറയാം. നമ്മൾ വലിയ വലിയ വിദ്യാഭ്യാസ ഫിലോസഫിയെ കുറിച്ചൊക്കെ പറയാം. ലാസ്റ്റ് ഇവർ ചോദിക്കുന്നത് A+ എത്ര എണ്ണം കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ A+ൻ്റെ എണ്ണം എത്ര കണ്ട് വികസിപ്പിക്കാൻ പറ്റും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ അളവുകോല് എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതല്ല എന്നുള്ളത്. കാരണം A+ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് മെമ്മറൈസേഷൻ മതി. കാരണം അങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഓപ്പൺ ബുക്ക് എക്സാമുകളിലേക്ക് വരുന്ന സമയത്ത് അത് ജഡ്ജ്മെൻറ്റിന് കുറച്ചും കൂടെ റോളുണ്ട്, ഡാറ്റ ഗ്യാതറിങ് എബിലിറ്റിക്ക് റോളുണ്ട്. ഒരു കാര്യത്തെ വസ്തുനിഷ്ഠമായിട്ട് അനലൈസ് ചെയ്ത് ഒപ്പീനിയൻ ഫോം ചെയ്ത് പറയാനുള്ള എബിലിറ്റിക്ക് ചിലപ്പോൾ വലിയ സ്കോപ്പ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് സംവിധാനങ്ങൾ പോരാ. മെൻറ്റേഴ്സ് കൂടണം, എല്ലാ സംവിധാനങ്ങളും കൂടണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചീപ്പ് ഫാക്ടറി മോഡൽ എഡ്യൂക്കേഷൻ പോരാ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു റിമാർക്കബിളി ബിഗ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയ സ്കെയിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ് മോഡലുകളാണ് ഇന്ന് നമ്മൾ റൺ ചെയ്യുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് മോഡലല്ല. ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ചിന്തയില്ല. നിലവിൽ ലഭ്യമായ റിസോഴ്സുകളെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റുന്നു അതേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ശരിക്കും എല്ലാ കുട്ടിക്കും ഞാൻ ചുമ്മാ ചോദിക്കാം കേട്ടോ, ഞാൻ ബയാസ്ഡ് ആവുന്നില്ല, ബട്ട് ചുമ്മാ ചോദിക്കാം. നമ്മളൊരു കുട്ടിക്ക് അയാളുടെ ചെറുപ്രായത്തിൽ തന്നെയും ഏറ്റവും ബെസ്റ്റ് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ജീവിത കാഴ്ചപ്പാടുള്ള, ഇമോഷണലി വൾണറബിൾ അല്ലാത്ത,
ഒരു കുട്ടിയുടെ ടാൻഡ്രംസ് മനസ്സിലാക്കാൻ കഴിയുന്ന, കുട്ടിയെ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷനിൽ നിലനിർത്താൻ കഴിയുന്ന അങ്ങനത്തെ ഒരു മെൻറ്ററെ ഒരു കുട്ടിക്ക് കിട്ടിയാൽ, കുട്ടി ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനൊരു ഡാറ്റ പോലെ കൊടുക്കാതെ ആ കുട്ടിയുടെ ഒപ്പീനിയൻ മേക്ക് ചെയ്യുന്നതിൽ കുട്ടിക്ക് റീസണിങ് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ടീച്ചർമാർ കിട്ടിയാൽ ആ കുട്ടി അയാളുടെ കരിയറിൽ ഒരു 10 ഇയർ 15 ഇയർ ഡൗൺ ദ ലൈൻ എവിടെ എത്തുമെന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മളെല്ലാവരും ഈ വൈഭവ് സൂര്യവംശിയുടെ കാര്യം പറയുന്നില്ല, നിങ്ങൾ നല്ലൊരു സ്പോർട്സ് അഡിക്റ്റ് അല്ലേ. എന്നെ എക്സൈറ്റ് ചെയ്ത കാര്യം എന്താണെന്നറിയോ, ആ കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ തന്നെ ആക്സസിബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് മെൻറ്ററിങ് എന്തായിരിക്കും, ട്രെയിനിങ് എന്തായിരിക്കും, അത് നോക്കി നിങ്ങൾ അത് ആലോചിച്ച് നോക്കി. ഇത്തരം സംവിധാനങ്ങൾ അവൈലബിൾ ആവുന്ന ഒരു കമ്മ്യൂണിറ്റിയും അവൈലബിൾ അല്ലാത്തൊരു കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് ഇനിയുള്ള ലോകത്തെ നിയന്ത്രിക്കും. എല്ലാവർക്കും ഒരേ അളവിൽ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ. ഗെയിം റിഗ്ഡ് അല്ല. ഗെയിം എന്താ വെച്ചാൽ ഈ പണിയെടുത്തോ നിനക്ക് കിട്ടും, ഗെയിം ഈസ് ഈവൻ അല്ല. ഗെയിം അങ്ങനെയല്ല, ഗെയിം റിഗ്ഡ് ആണ്. പൈസ ഉള്ളവൻ അതിനെ കൂടുതൽ റിഗ് ചെയ്യുന്നുണ്ട്, റിസോഴ്സസ് ഉള്ളവൻ അതിനെ കൂടുതൽ റിഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൈനയിൽ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ഒരു റൂൾ വന്ന് കണ്ടിരുന്നോ, പ്രൈവറ്റ് ട്യൂഷൻ നിരോധിക്കണം. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് ആൾക്കാരെ എന്താക്കുന്നുണ്ട്, അൺഡ്യൂ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അസംഷനിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ലൈക്ക് ഞാൻ പോലും ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. പക്ഷേ ഞാൻ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമല്ല, അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഭാഗമല്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, എഡ്യൂക്കേഷനാണ് ഒരു വ്യക്തിയെ ഫോം ചെയ്യുന്നതിൽ വലിയ റോള് വഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നതൊന്നും അതിൻ്റെ ഒപ്റ്റിമൽ വേ അല്ല. ഒരു കുട്ടിയുടെ ബെസ്റ്റ് പോസിബിലിറ്റീസിനെ കൊണ്ടുവരാൻ കഴിയുന്നതൊന്നും നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് നോം അനുസരിച്ചിട്ടുള്ള ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചിരുന്നു, എന്ന് വെച്ചാൽ സ്റ്റേറ്റ് അപ്രൂവ്ഡ് കോൺഷ്യസ്നെസ്, സ്റ്റേറ്റ് അപ്രൂവ്ഡ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശയം. അതായത് നമ്മുടെ ബുദ്ധി എത്ര വേണം എന്നുള്ളത് സ്റ്റേറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അത്രേ നമുക്കുള്ളൂ. കാരണം അത്രയ്ക്കുള്ള ഫെസിലിറ്റി ഇവിടെ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ ആവാനുള്ള പോസിബിലിറ്റി ചിലപ്പോൾ നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മുടെയൊക്കെ ബോഡി ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാവും, ഇൻ്റലിജൻസിൽ ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടുന്ന വെള്ളവും വളവും കൊടുത്താലല്ലേ അത് വളരുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും നമ്മുടെ കഴിവുകൾ റിയലൈസ് ചെയ്യപ്പെടാതെ പോയേക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അത് വലിയ ഇലാസ്റ്റിക് അല്ലേ, അത് ഒരുപാട് വലിച്ചു നീട്ടാൻ കഴിയുന്ന കപ്പാസിറ്റി ആ ഇൻഡസ്ട്രിക്ക് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഡെഫിനറ്റ്ലി സ്റ്റേറ്റിൻ്റെ റിസോഴ്സുകളിലുള്ള പരിമിതി ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കും. സ്റ്റേറ്റിന് എപ്പോഴും മാസ് മോഡലിൽ വർക്ക് ചെയ്യാനേ പറ്റും. നേരെ മറിച്ച് അതാത് രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എബിലിറ്റി അനുസരിച്ച് അവരുടെ മക്കൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ഡിഫറൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. മെമ്മറി ബേസ്ഡ് എഡ്യൂക്കേഷൻ റീസണിങ് ബേസ്ഡ്, ടേസ്റ്റ് ബേസ്ഡ്, ജഡ്ജ്മെൻറ്റ് ബേസ്ഡിലേക്കുള്ള ഷിഫ്റ്റ് ആയിരിക്കും ഇനിയുള്ള കാലത്ത് ഏറ്റവും അനിവാര്യം. എഡ്യൂക്കേഷൻ എല്ലാ കാലത്തേക്കാൾ കൂടുതൽ അനിവാര്യമാകുന്ന ഒരു കാലമാണ് ഇനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.